ഇന്ന് ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന നിർണായകമായ ഒരു ദിവസമാണ്. അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ 2020 ലോക ഫൈനലിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പ് ഏറുകയാണ്. ന്യൂസിലൻഡുമായുള്ള മത്സരത്തിൽ നമുക്കറിയാം ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ ഇറങ്ങുന്ന മത്സരമാണ്. സഞ്ജു സാംസന്റെ ഫോമിൽ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇന്ത്യയാണ് ടീം, എന്തും സംഭവിക്കാം. ന്യൂസിലൻഡ് മികച്ച ടീമാണ്. രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലെ കലാശ പോരാട്ടത്തിൽ ടോസ് അടക്കം നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്നോടൊപ്പം ഹരിയുണ്ട്. ഒപ്പം തൃപ്പൂണിത്തുറയിലെ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നും നവമി ദിനേശും ആരാധകരുടെ ആവേശം പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. ആദ്യം ഹരിയിലേക്ക്. ഹരി, ചെറിയ പ്രതീക്ഷയല്ല ഇന്ത്യക്ക്. നമുക്കറിയാം ഒരു മത്സരം മാത്രം പരാജയപ്പെട്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത്. അല്പമൊന്ന് ആരാധകർ ടെൻഷൻ അടിപ്പിച്ചുവെങ്കിലും അവസാന 2 മത്സരങ്ങളിൽ നല്ല പോരാട്ടം കാഴ്ചവെച്ചു. പക്ഷേ അപ്പോഴും രണ്ടാമത് ബാറ്റിങ്ങിന് ഇന്ത്യ റൺ ചേസ് ഇറങ്ങുന്ന കഴിഞ്ഞ തവണത്തെ കളിയിലൊക്കെ കണ്ടതാണ്. വലിയ ബൗളർമാരെ അടിച്ച് അമർത്തുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരുപാട് വകകളുമുണ്ട്. തീർച്ചയാണ്. ഒന്നാമത് എതിരാളികൾ ന്യൂസിലൻഡാണ്. എതിരാളികൾ അത്ര ശക്തരല്ല. സത്യം പറഞ്ഞാൽ അഹങ്കാരമോ അറഗൻസോ ഒന്നും അല്ല. പക്ഷേ ഇന്ത്യക്ക് ന്യൂസിലൻഡ് എന്ന് പറയുന്നത് വളരെ ശക്തരായ എതിരാളികളല്ല. പക്ഷെ ന്യൂസിലൻഡ് ICC ടൂർണമെന്റുകളിൽ അട്ടിമറി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നിരാശനായി മടങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസവും ഇല്ല. പക്ഷേ ഈ T20 ലോകകപ്പിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു T20 പരമ്പര ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ കളിച്ചിരുന്നു. അത് ഇന്ത്യയുടെ മണ്ണിലാണ് കളിച്ചത്. അതിൽ 4-1 ഇന്ത്യ ജയിച്ചതിന് ശേഷമാണ് ഈ T20 ലോകകപ്പിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ന്യൂസിലൻഡിനുമായിട്ട് നമ്മൾ കളിച്ചിട്ടുള്ളതാണ്. അത് അത്രയും നാളൊന്നും മുമ്പൊന്നുമല്ല. ഈ T20 ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ്. നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെയാണ് അവസാന മത്സരം നടന്നത്. അപ്പോൾ അതുകൊണ്ട് എതിരാളികൾ ന്യൂസിലൻഡാണ്. അവർ ശക്തരാണോ എന്ന് ചോദിച്ചാൽ ആണ്, ഉറപ്പായിട്ടുമാണ്. പക്ഷേ ഇന്ത്യക്കൊത്ത എതിരാളികളാണെന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഈ കണക്കുകൾ കൂട്ടി കഴിച്ചു നോക്കിയാണ് നമ്മൾ ഇപ്പോൾ ഫൈനലിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട് എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. സെമി ഫൈനൽ ഉൾപ്പെടെ ഇംഗ്ലണ്ട് വെള്ളം കുടിപ്പിച്ച കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷെ എന്നാൽ പോലും ഇന്ത്യ ഒരു ശക്തരായ ടീം തന്നെയാണ്. ഈ ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടാൻ അർഹമായ ടീം തന്നെയാണ് ഇന്ത്യ. ആകെ തോറ്റത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മാത്രമാണ്. അതൊരു ദയനീയ തോൽവിയായിരുന്നെങ്കിൽ പോലും ബാക്കി എല്ലാ മത്സരത്തിലും നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇന്ത്യ ജയിക്കുകയും ചെയ്തത്. പക്ഷേ ടീം കോമ്പറ്റീഷനിൽ ഒരു മാറ്റങ്ങളും വരുത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിപ്പോ ഏത് പിച്ചിലായാലും, ബ്ലാക്ക് സോയിലായാലും റെഡ് സോയിലായാലും ഹൈബ്രിഡിലായാലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. റെഡ് സോയിലിൽ കളിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ക്യൂറേറ്റേഴ്സ് റെഡ് സോയിലിലേക്കാണ് പോകുന്നത്. സെൻട്രൽ പിച്ച് ആയിട്ടായിരിക്കും മത്സരം നടക്കുന്നത്. അഹമ്മദാബാദിൽ ഏകദേശം 80,000-ഓളം കാണികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിനിമാ താരങ്ങൾ, കളിക്കാർ, ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാവരും തന്നെ കളി വീക്ഷിക്കാൻ എത്തുമെന്നും മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഹമ്മദാബാദ് നമുക്കൊരു ഭാഗ്യക്കേട് നിറഞ്ഞ ഗ്രൗണ്ട് ആയിട്ടൊരു പേര് അവിടെ നിലനിൽപ്പുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കുക എന്നത് ഇന്നത്തെ മത്സരത്തിലുള്ള നിർണായകമായിരിക്കും. അതോടൊപ്പം പറയാനാണെങ്കിൽ തന്നെ സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ, അദ്ദേഹത്തിലൂടെ ഇന്ത്യ ഈ ട്രോഫി നേടുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് 5 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ കരിയറിൽ അദ്ദേഹം ക്യാപ്റ്റൻസി ആയിട്ട് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു ട്രോഫി കൂടിയായിരിക്കും. സോ ഒരു ഫ്ലൈയിങ് കളേഴ്സിൽ വിൻ ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളിയായ സഞ്ജു സാംസണിന്റെ ചിറകിലേറിയാണ് നമ്മൾ സെമിയും നമ്മൾ ഫൈനലും കടന്നത്. അത് രണ്ടും പിന്നെ അദ്ദേഹത്തിലൂടെ ഒരു ഫൈനലും കടന്നു പോകാൻ പറ്റുകയാണെങ്കിൽ അത് ടീമിന് മാത്രമല്ല അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന അവാർഡ് കിട്ടാൻ കൂടി സാധ്യതകൾ ഏറെയായിട്ട് നിൽക്കുകയാണ്. ഈ മത്സരം കൂടി അദ്ദേഹം തിളങ്ങുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കണ്ടന്ററിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് മുൻപന്തിയിൽ നിൽക്കാം. അദ്ദേഹത്തിന് ആ ട്രോഫി അർഹമാകുകയും ചെയ്യാം. നേരെ മറിച്ച് ന്യൂസിലൻഡ് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മത്സരം സെമി ഫൈനൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവരെത്തുന്നത്. ആത്മവിശ്വാസത്തിലെ കൊടുമുടിയിൽ അവർ നിൽക്കുകയാണ്. മിച്ചൽ സാനറാണ് അവരുടെ ക്യാപ്റ്റൻ. മാറിയും തിരിച്ചുമുള്ള ഓഫ് സ്പിൻ, ലെഗ് സ്പിൻ ബോളിംഗ്, അതോടൊപ്പം തന്നെ പേസേഴ്സിനെയും കൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഇറങ്ങുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് വേഴ്സസ് ന്യൂസിലൻഡ് ബൗളിംഗ്, അത് തന്നെയായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചപ്പ് ആയിട്ടും നിൽക്കുന്നത്. അഭിഷേക് ശർമ്മ ഫോമിലേക്ക് ഉയരണം. അത് നമ്മൾ വീണ്ടും ഓരോ മത്സരങ്ങൾ കഴിഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ടോപ്പ് ഓർഡറിൽ എല്ലാവരും തിളങ്ങി, അഭിഷേക് ശർമ്മ മാത്രമാണ് തിളങ്ങാത്തത് ഈ ലോകകപ്പിൽ. അത് നമുക്ക് നിരാശയാണ്. ബൗളിംഗിൽ എല്ലാവരും തിളങ്ങുന്നുണ്ട്. പക്ഷെ വരുൺ ചക്രവർത്തി, ഹർഷ്ദീപ് സിംഗ് എന്നീ 2 ബോളേഴ്സിന്റെ റൺസ് വിട്ടുകൊടുക്കൽ നമുക്ക് അത്ര നേരായ രീതിയിലല്ല പോകുന്നത്. പക്ഷെ ന്യൂസിലൻഡ് ആവട്ടെ, അവിടെ ശക്തമായ ടീമാണ്. ബാറ്റിംഗ് ബൗളിംഗും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. അവിടെ 11 പേരും ഗൺസ് പ്ലേസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോഴും 2-3 പേര് ഫോമിലെത്താത്തത് നിരാശയുമാണ്. പക്ഷേ ഓവറോൾ എല്ലാം നോക്കുമ്പോഴേക്കും ഇന്ത്യയാണ് ഫേവറേറ്റ്സ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ രാത്രി 11 മണിയോടുകൂടി കപ്പ് ഇന്ത്യ ഉയർത്തുന്നത് കാണാൻ കഴിയും. തീർച്ചയായും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.